റാസൽ ഖൈമയിലെ എമിഗ്രേഷൻ ഓഫീസിൽ ഇന്ത്യാ ദിനം ആഘോഷിച്ചു. വേറിട്ട ഈ ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകിയത് റാസൽ ഖൈമയിലെ ഇന്ത്യൻ അസോസിയേഷനായിരുന്നു. ലോക തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഒരു സർക്കാർ ഓഫീസിൽ ഇന്ത്യക്കാരുടെ ആഘോഷ പരിപാടികൾ അരങ്ങേറിയത്. എമിഗ്രേഷൻ ഓഫീസിലെത്തിയവർക്കെല്ലാം പൂച്ചെണ്ട്. ഇന്ത്യൻ സാംസ്കാരിക തനിമയുള്ള വേഷവിധാനങ്ങളണിഞ്ഞ് കുട്ടികൾ നമസ്കാരവും നമസ്തയും ചൊല്ലി വിസയ്ക്കും മറ്റുമായി എമിഗ്രേഷൻ ഓഫീസിലെത്തിയവരെ സ്വീകരിച്ചു. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചും ഇന്ത്യയും UAEയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഉദ്ദേശിച്ചാണ് സർക്കാർ ഓഫീസ് ഇന്ത്യൻ മയമാക്കി റാസൽ ഖൈമയിലെ ഇന്ത്യൻ അസോസിയേഷൻ മാറ്റിയതെന്ന് വൈസ് പ്രസിഡന്റ് SA സലീം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷനും എമിഗ്രേഷനും കൂടെ സംയുക്തമായിട്ട് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലെ പല ഇവിടുത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷം എമിഗ്രേഷനെ കഴിഞ്ഞ പ്രാവശ്യം മിനിസ്ട്രി ഓഫ് ലേബറിലായിരുന്നു. റാസൽ ഖൈമ എമിഗ്രേഷൻ ഡയറക്ടർ സുൽത്താൻ അൽ നുയൈമി ഇന്ത്യൻ അസോസിയേഷൻ സാരഥികൾക്കും ചടങ്ങിനെത്തിയ ഇന്ത്യൻ സ്കൂളിലെ കുട്ടികൾക്കും ആശംസകൾ നേർന്നു. ഇന്ത്യക്കാരുമായുള്ള റാസൽ ഖൈമയിലെ സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് സുൽത്താൻ അൽ നുയൈമി പറഞ്ഞു. طبعا اليوم نحن نرحب في الجاليه الهنديه الموجوده في الاداره، والغرض من اليوم هذا على اساس ان احنا نفتح المجال للاخوه والتقارب ما بيننا وبين الجاليه الهنديه والجاليه والمقيمين في الدوله عموما، وهذا الشيء يسعدنا ويفرحنا في نفس الوقت. ഇന്ത്യൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ക്ലാസിക്കൽ മോഡേൺ നൃത്തരൂപങ്ങൾ എമിഗ്രേഷൻ ഓഫീസിലെത്തിയവർക്ക് വേറിട്ട കാഴ്ചയായി. രേഖകൾ ശരിയാക്കാനെത്തിയവർക്കും ഇത് നല്ല കാഴ്ചയായി. ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അലിയാണ് കുട്ടികളുടെ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ അസോസിയേഷൻ്റെ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ പൂർണ്ണമായും ഇന്ത്യൻ അസോസിയേഷൻ സ്കൂൾ നടത്തുന്ന സ്കൂളായതുകൊണ്ട് ഇന്ത്യൻ സ്കൂളിൻ്റെ കുട്ടികളാണ് ഇതിൽ കലാകാരന്മാരും കലാകാരികളുമാണ് ഇതിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഏകദേശം 300ഓളം വിവിധ കലാകാരന്മാരും കലാകാരികളും പങ്കെടുത്തിട്ടുണ്ട്. ക്ലാസിക്കൽ ഐറ്റംസ്, കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം, പിന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവിധ ക്ലാസിക്കൽ റെപ്രസെൻറ്റേഷനും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ പാരമ്പര്യ കലകൾ ബേസ് ചെയ്തിട്ട് ബാംഗ്ര, ഓപ്പന, മണിപ്പൂരി നൃത്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വേറെയുണ്ട്. സിനിമാറ്റിക് ഡാൻസും നമ്മൾ അതിൻ്റെ ഒരു നവയുഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ അതുകൊണ്ട്. തനത് ഇന്ത്യൻ രുചികളിലുള്ള ഭക്ഷണവും എമിഗ്രേഷൻ ഓഫീസിലുള്ളവർക്കും ഇവിടെ എത്തിയവർക്കും ഇന്ത്യൻ അസോസിയേഷൻ വിളമ്പി നൽകി. ഇന്ത്യൻ സ്കൂളിലെ അധ്യാപകരുടെ വീടുകളിലുണ്ടാക്കിയ വിഭവങ്ങളാണ് ഇന്ത്യൻ ദിനത്തോടനുബന്ധിച്ച് എമിഗ്രേഷൻ ഓഫീസിൽ എത്തിച്ചത്. ഇന്ത്യക്കാരായിട്ടുള്ളവരുടെ ഏത് നിയമ വശങ്ങളിലുള്ള മീൻസ് നിയമപരമായിട്ട് ഓവർസ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അവരെയൊക്കെ ബോധവൽക്കരിച്ച് ഇന്ത്യൻ അസോസിയേഷൻ കുടിയേറ്റ നിയമങ്ങളിൽ ഇന്ത്യക്കാർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പരിപാടി 2 മണിയോടെയാണ് അവസാനിച്ചത്.